ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി ആൻഡ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിന് ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയുടെ കറന്റ് എനർജിയാണ് നമ്മൾ നോക്കുന്നത്. കവറേജ് വന്നിട്ടുണ്ട്. മൂന്ന് കാർഡ്സ് ഒന്നിച്ചാണ് കിട്ടിയിട്ടുള്ളത്. കമ്പാരിസൺ കാർഡാണ്. സക്സസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി ആണ് നോക്കുന്നത്. സക്സസ് വന്നിട്ടുണ്ട്. ഫ്ലവറിംഗ് വന്നിട്ടുണ്ട്. ട്രാവലിംഗ്. ഓക്കെ, അവയർനെസ് ചേഞ്ച് ഒക്കെയാണ് ഇവിടെയും ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ ഇപ്പം ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് അതേപോലെ തന്നെ അവർക്ക് ഇവിടെ ഈ പേഴ്സൺ ഇപ്പം ഉള്ളത് ഒരു ഹീലിംഗ് ലൈഫിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് അവരുടെ ലൈഫിലുള്ള കർമ്മകളായിക്കോട്ടെ ഒക്കെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്റ്റേജിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ ലൈഫിൽ ഒരു ഹീലിംഗ് നടക്കുകയാണ്. ഓക്കെ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിലോ ചെയ്തിട്ടുള്ള കർമ്മ ആയിരിക്കാം. അവർ എന്തൊക്കെയോ കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അവരുടെ ലൈഫിൽ അതിങ്ങനെ ക്ലിയർ ആയി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ പേഴ്സന്റെ റിയൽ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞായിരുന്നു. അവരിപ്പം ഒരു ട്രാവലിങ്ങിലാണ്. ഓക്കെ, എന്തിൻ്റെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ടൂറോ അല്ലെങ്കിൽ മേ ബി ഇപ്പം അടുത്ത് നിങ്ങളുടെ പേഴ്സൺ പുറത്തോട്ട് പോയ ഒരാളായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കാണാൻ ഇങ്ങോട്ട് വരുന്നതായിരിക്കും, നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരുന്നതായിരിക്കും. മേ ബി നിങ്ങളുടെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ടാകും. അപ്പം അവരൊരു ട്രാവലിങ്ങിലാണ് എന്നുള്ളത് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചേഞ്ച് വന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം ഈ ചേഞ്ച് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് ആ പേഴ്സണ് കിട്ടുന്ന ഹീലിംഗിൽ നിന്നും മീൻസ് അവരുടെ ലൈഫിൽ അവർ ഒരുപാട് പാഠങ്ങൾ പഠിച്ചാണ് ആ ഒരു ഹീലിംഗിലൂടെ പുറത്തോട്ട് വരുന്നത്. ഓക്കെ, അതായത് വളരെ പോസിറ്റീവായിട്ട് വാടി നിന്നിട്ടുണ്ടായിരുന്ന ഒരു പൂ അത് പിന്നീട് ഇങ്ങനെ നന്നായിട്ട് വിടർന്നിരിക്കുമ്പോൾ എത്ര നല്ല ഭംഗിയായിരിക്കും ഉണ്ടാവുക. അതുപോലെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഉയർപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ ഉയർത്തെഴുന്നേറ്റത് അങ്ങനെയാണ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ഫ്ലവറിങ് വന്നിട്ടുണ്ട്. അഗെയിൻ കൺഫർമേഷൻ ആണ്. അവരിപ്പോൾ തിളങ്ങുന്ന ഒരു സ്റ്റാർ ആവുകയാണ് എന്നുള്ളതാണ്. മേ ബി നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാകും. അഗെയിൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ള പേഴ്സൺ നിങ്ങൾക്ക് ആദ്യം തന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം തരാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ കൂടുതലായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ നോക്കുന്നുണ്ടാകാം. ഇത്രയും ദിവസം നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനോ ഫേസ് ചെയ്ത സമയത്ത് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വളരെ റഫായിട്ട് സംസാരിച്ചിട്ടുണ്ടാകും, നിങ്ങളെ വേദനിക്കുന്ന തരത്തിൽ സംസാരിച്ചിട്ടുണ്ടാകും. അതിനുശേഷം ഇപ്പം അവർ തിരിച്ചു വന്നപ്പം അതിൽ നിന്നും ഒരു ചേഞ്ച് ആയിട്ട് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടാകും വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് അവർ നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ളൊരു സ്നേഹം അവർ തരുന്നുണ്ടാവുമായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വരുന്നുണ്ടാകും. ഈ പേഴ്സൺ സത്യമായിരിക്കും എന്നുള്ള രീതിയിൽ. ഓക്കെ, അവരുടെ ലൈഫിനെ ഇപ്പം കമ്പാരിസൺ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. മീൻസ് അവരുടെ പഴയ ലൈഫിനെയും പുതിയ ലൈഫിനെയും വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യാസമാണ് ഇപ്പോൾ കാണുന്നത്. പാസ്റ്റ് ലൈഫും പ്രസന്റ്ലി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. മേ ബി അവർക്ക് കിട്ടിയിട്ടുള്ള കർമ്മകളെല്ലാം തന്നെ അവരെ പാഠങ്ങൾ പഠിപ്പിച്ചതായിരിക്കാം. ഓക്കെ, അതായത് സ്റ്റെബിലിറ്റി ഓർ ലൈഫിൽ എന്താണ് വേണ്ടത്, കൂടെ എന്താണ് നിർത്തേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ അവർക്കൊരു പാഠം ലഭിച്ചിട്ടുണ്ടാകാം.
നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് തോട്ട്സ് ആണ് നോക്കുന്നത്. സ്റ്റാർ കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. സോ ഹീലിംഗ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ പേഴ്സന്റെ ലൈഫിൽ ഒരുപാട് ഹീലിംഗ് നടക്കുന്നുണ്ട് ആൻഡ് അത് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയിനകത്തും ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ കണ്ട അതേ ആളുകളുടെ എനർജി തന്നെ ആയിരിക്കാം ഇന്നും കിട്ടിയിട്ടുണ്ടാവുക. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് റിലേഷൻഷിപ്പിൽ ഹോപ്പ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്ക് നല്ല രീതിക്ക് തന്നെ ഉണ്ട്. എവിടെ ചെന്നാലും നിങ്ങളടുത്തോട്ട് തിരിച്ചു വന്ന സ്റ്റിൽ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും. ക്യൂൻ ഓഫ് പെൻഡക്കിൾ നിങ്ങളെ കുറിച്ചിട്ടുള്ള തോട്ടാണ്. നിങ്ങളിപ്പം നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുകയാണ്. ഒരു സിംഗിൾ വുമൺ ആയിട്ട്, അല്ലെങ്കിൽ ഒരു സിംഗിൾ പാരന്റ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒറ്റപ്പെട്ട് തന്നെ നിങ്ങൾ ജീവിക്കുകയാണ് എന്നുള്ളത് അവർ ആലോചിക്കുന്നുണ്ട്. അതായത് ഒറ്റപ്പെട്ട് സ്വന്തം കാര്യങ്ങൾ നോക്കി സ്വന്തം എല്ലാ കാര്യങ്ങളും സ്വന്തം തന്നെ ഏറ്റെടുത്ത് നിൽക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ലേഡി ഓർ മെയിലായിരിക്കാം ഫീമെയിലായിരിക്കാം. ഡെത്ത് കാർഡാണ്. നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾ പഴയതുപോലെ ചേസ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടാവില്ലായിരിക്കും. അവർ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് പോകുന്നുണ്ടാവുമായിരിക്കും. സെൽഫ് വാല്യൂ നിങ്ങൾ കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങളത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവുമായിരിക്കും. റിയലൈസ് ചെയ്തിട്ടുണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും കിട്ടിയിട്ടുള്ള വേദനകൾ നിങ്ങൾ അത്രത്തോളം മാറ്റിയിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ പേഴ്സൺ അതെന്തായാലും നല്ല രീതിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു റീബർത്ത് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഈ കർമ്മ റിലേറ്റഡ് ഒക്കെ ഇപ്പം നിങ്ങളടുത്ത് ചെയ്തിട്ടുള്ള തെറ്റിനൊക്കെ മേ ബി അവർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. അതായത് അവർ ചെയ്തത് അവർക്ക് കർമ്മയായിട്ട് കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ അവർക്ക് ഇത്രത്തോളം റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നത് റിലേഷൻഷിപ്പിന്റെ വാല്യൂസ്. 6 ഓഫ് പെൻഡക്കിൾ ആണ്. നിങ്ങളടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ കൂടെ നിർത്തി ഒരു പാർട്ട്ണർഷിപ്പ് പോലെ എല്ലാം ഷെയർ ചെയ്യാൻ. അത് ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അവരുടെ ബിസിനസ്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഷെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങളായിക്കോട്ടെ, കമ്മിറ്റ്മെന്റ് ആയിക്കോട്ടെ, തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് അവർ നല്ല രീതിക്ക് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ. മേ ബി അവരുടെ ലൈഫിൽ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളും നിങ്ങളായിരിക്കും എടുത്തു കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ അവർ സക്സസ്സിലേക്കായിട്ട് ആയിരിക്കും എത്തിച്ചിട്ടുണ്ടാവുക. അവർക്ക് പല സിറ്റുവേഷൻസ് അവർ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തും നിങ്ങളായിരിക്കാം അവരെ രക്ഷിച്ചിട്ടുണ്ടാവുക, അവർക്ക് ഐഡിയാസുകൾ കൊടുത്തിട്ടുണ്ടാവുക. അപ്പം അവർക്ക് നിങ്ങളെന്ന് പറഞ്ഞ നിങ്ങളുടെ പ്രസൻസ്, ഇപ്പം അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ത്രീ ഓഫ് സോർട്സ് ആണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്നുള്ളത് അവർ ആലോചിക്കുകയാണ്. ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ കൊടുത്തിട്ടുണ്ട്. അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം തന്നെയാണ്, തേർഡ് പാർട്ടി ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെയാണ്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹാർട്ട് പെയിൻ, നന്നായിട്ടൊരു ഹാർട്ട് ബ്രോക്കൺ ഉണ്ടായിട്ടുണ്ട് ഈ പേഴ്സൺ കാരണം. അത് ചെറുതല്ല, നല്ല രീതിക്ക് തന്നെ നിങ്ങൾ ചിലപ്പം അവരെ വിളിച്ച് കരയുകയും ഒരുപാട് സങ്കടങ്ങൾ പറയാൻ ശ്രമിക്കുകയും അവരുടെ അടുത്ത് ഇങ്ങനെ ബെഗ് ചെയ്ത് പോയിട്ടുണ്ടാവുമായിരിക്കും തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പം അതായിരിക്കണം ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നത്. 6 ഓഫ് സോർട്സ് ആണ്. തേർഡ് പാർട്ടിയുടെ കൂടെ നിങ്ങളിപ്പം നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ഉണ്ട്, നിങ്ങൾക്കും ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പം അതായിരിക്കും ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവുക, നിങ്ങൾ തേർഡ് പാർട്ടിയുടെ കൂടെ പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ. ഓക്കെ, അതായത് ആ പേഴ്സണും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ഉണ്ട്, നിങ്ങൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ തേർഡ് പാർട്ടിയുടെ കൂടെയാണ് ഇപ്പം ഉള്ളത് എന്നുള്ള രീതിയിൽ. അവരുടെ തോട്ട്സ് ആണ് നമ്മൾ നോക്കിയത്. 5 ഓഫ് പെൻഡക്കിൾ ആണ്. ഇതിങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിൽ നിന്നും പൂർണ്ണമായും വിട്ടുപോകും എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് ഇതൊരു നഷ്ടത്തിന്റെ കാർഡാണ്. പൂർണ്ണമായും കയ്യിൽ നിന്നും മുഴുവനുമായി നഷ്ടപ്പെടുന്ന ഒരു എനർജിയാണിത്. ഓക്കെ, ഈ ഒരു കാർഡിൻ്റെ ഇത്. സോ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇനി ആക്ഷൻ എടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇനി ചെന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും നാളും ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടാകും, ആക്ഷൻസ് എടുക്കുന്നുണ്ടാവില്ലായിരിക്കും, ഒന്നും അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഇതും ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പോൾ അവർ ചിന്തിക്കുകയാണ്, നിങ്ങളുടെ ചേഞ്ചും കൂടി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അപ്പം ഇനി ഒരു ഡിസിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങളെ കൈവിട്ട് പോയേക്കാം. അതായത് അവർക്ക് നിങ്ങളെ വേണം എന്നുള്ളതാണ് മെയിനായിട്ടും. മേ ബി നിങ്ങൾ അത്രയും സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആയിരുന്നിട്ടുണ്ടാവണം. പേജ് ഓഫ് വാൻഡ്സ് ആണിത്. നിങ്ങളെ കോണ്ടാക്ട് ഒന്നുമില്ലെങ്കിൽ ഇവർ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. ഓക്കെ, തോട്ട്സ് ആണ് നമ്മൾ നോക്കിയത്.
സോ അവരുടെ തോട്ട്സിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം, നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം, നിങ്ങളെ കാണാനൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. മേ ബി ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നിങ്ങളെ ഒന്ന് കാണണം, നിങ്ങളെ മീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലും ആലോചിക്കുന്നുണ്ട്. അവരുടെ കറന്റ് ഫീലിങ്സ് എന്താണ്, നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് എന്താണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിട്ടുള്ളത്. ഒരു ചേഞ്ചിന്റെ കാർഡാണ്. ഏസ് ഓഫ് വൺസ് ആണ് ഒരു കാർഡും കൂടി. വേൾഡ് കാർഡാണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് ഇവിടെ 2 ഓഫ് കപ്സ് ആണ് കേട്ടോ. ഇതൊരു സോൾ കണക്ഷൻ കാർഡാണ്. നിങ്ങൾ തമ്മിൽ നല്ല രീതിക്കുള്ള ഒരു സോൾ കണക്ഷൻ ഉണ്ടാവുമായിരിക്കും. നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാകും. ആ പേഴ്സണോട് ഒരു പ്രത്യേക അട്രാക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും, ഒരു ഇഷ്ടം തോന്നുന്നുണ്ടാകും. വേൾഡ് കാർഡ്, ഏസ് ഓഫ് വൺസ്, വീൽ ഓഫ് ഫോർച്യൂൺ. അവരുടെ ഒരു ഫീലിങ്സ് നോക്കുന്ന സമയത്ത് നിങ്ങളടുത്ത് വളരെയധികം സ്നേഹമുണ്ട്. ആൻഡ് അതുപോലെ തന്നെ പുതിയൊരു ജീവിതം, നിങ്ങളുടെ കൂടെയുള്ള ഒരു ജീവിതം അവർ ഡ്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള ഒരു ജീവിതം എങ്ങനെയായിരിക്കും, അത് മാരേജ് ആയിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആയിരിക്കും. അപ്പം നിങ്ങളുടെ കൂടെയുള്ളത് എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ അവരുടെ ഒരു ഫീലിങ്സ്, നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് നോക്കുന്ന സമയത്ത് ഒരു ഹാപ്പിനെസ് ആണ് അവർക്ക് തോന്നുന്നത്, ഒരു പ്രൗഡ് തോന്നുകയാണ്. അല്ലെങ്കിൽ വളരെയധികം അവർ ഡ്രീം ചെയ്യുകയാണെങ്കിലും നിങ്ങൾ കോണ്ടാക്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രത്യേക സന്തോഷമാണ് നിങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഫീലിങ്സ് ആൻഡ് തോട്ട്സ് നമ്മൾ നോക്കി, അവരുടെ എനർജി നമ്മൾ നോക്കി. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ എനർജി ആൻഡ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഓക്കെ, അവയർനെസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളും പല കാര്യങ്ങളും, മനസ്സിലുള്ള ഭാരങ്ങൾ നിങ്ങൾ സറണ്ടർ ചെയ്തിട്ടുണ്ടാകാം യൂണിവേഴ്സിൻ്റെ അടുത്ത്. നിങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിട്ടുണ്ടാകും. ആ യൂണിവേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ടാകുമായിരിക്കും നിങ്ങൾ. നിങ്ങൾക്കും ഒരു ഹീലിംഗ് നടക്കുകയാണ്. മേ ബി നിങ്ങളത് സ്വയം വഴികൾ കണ്ടെത്തി ചെയ്യുന്നുണ്ടാവുമായിരിക്കും. മെഡിറ്റേഷൻ ചെയ്യുക, പ്രെയർ ചെയ്യുക, സ്വന്തം കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആകുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. മീൻസ് നിങ്ങൾക്കൊരു പ്രിയോറിറ്റി കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടാകും. നിങ്ങൾക്കൊരു നല്ല രീതിക്കുള്ളൊരു സ്പിരിച്വാലിറ്റിയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഡിസിഷൻ എടുക്കാതെ എന്തെങ്കിലുമൊക്കെ പെൻഡിങ്ങിൽ വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു ഡിസിഷൻ എടുക്കുക. അതായത് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ വളരെയധികം വിരസത തോന്നുന്നുണ്ട്, ഒരു എന്താ പറയുക, അതിനോടൊരു താല്പര്യം തോന്നുന്നില്ല, അല്ലെങ്കിൽ അതിലൊരു തീരുമാനം എടുക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലൊരു തീരുമാനം എടുക്കുക, ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. സെലക്ട് ചെയ്യുക, ആക്ഷൻ എടുക്കുക. കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കുള്ളൊരു ഇൻഡ്യൂഷൻ കിട്ടുന്നുണ്ട്. സോ നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ എന്താണോ പറയുന്നത് ആ ഒരു കാര്യം നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. അപ്പം സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഗെയിൻ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് സ്ട്രോങ് ആയിട്ട്, ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഇൻഡ്യൂഷൻ, നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു ഇൻഡ്യൂഷൻ കിട്ടുന്നു. ഇപ്പോൾ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാർക്ക് വരുന്ന അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ടുണ്ട്, മീൻസ് ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതിനുള്ളൊരു ആൻസർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇന്നർ വോയിസ് ശ്രദ്ധിക്കുക. നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ നിങ്ങൾക്ക് സക്സസ് ആയിരിക്കും. നമ്മൾ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് നോക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, ഇത് വിശ്വസിക്കാൻ പറ്റുമോ അല്ലയോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ട്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനോട് തന്നെ നിങ്ങൾ ചോദിക്കുക. വേറൊരാളോട് ഓപ്ഷൻ ചോദിക്കാതിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ എന്താണോ പറയുന്നത് ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക. നിങ്ങൾക്കൊരു ചില കാര്യങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ടും താല്പര്യമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഭയങ്കര അലസത തോന്നുക, കയ്യിലേക്ക് വരുന്ന സമയത്ത് അതിനെ പിടിക്കാതെ കൈവിട്ട് പോയിട്ട് പിന്നീട് അതിനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുക. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് സക്സസ് ആണ്. പക്ഷെങ്കിൽ എടുത്ത് ചാടി എടുക്കാതിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്താണോ വരുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ക്ലൂസും കൂടി നോക്കാം.
32 ആണ്. നമ്പർ 32. നമ്പർ 33 ലെറ്റർ യു. ലെറ്റർ എസ് ആണ്. നമ്പർ 45 ലെറ്റർ ടി. ലെറ്റർ ആർ. നമ്പർ 34 നമ്പർ 25 നമ്പർ 44 ആണ്. ലെറ്റർ എം ആൻഡ് 16 ആൻഡ് 6. അവസാനത്തെയാണ് ലെറ്റർ എ ആൻഡ് 19. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള ക്ലൂസ് ഇതാണ്, നിങ്ങൾക്കുള്ള റീഡിങ്സ് ഇതാണ്. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റീഡിങ് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.